ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ, അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നീ കാര്യങ്ങളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. നമ്മൾക്കറിയാം 7ൻ്റെ കൂടെ 3 കൂട്ടിയാൽ നമ്മൾക്ക് 10 കിട്ടും അല്ലേ. 7 + 3 = 10 ആണ്. എന്നാൽ നമ്മൾ ഈ 7ന് പകരം ഞാനവിടെ ആ സംഖ്യ വിട്ട് കളയുകയാണ്. 7 സംതിങ് + 3 = 10 എന്ന് എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ ഈ വിട്ടിട്ടുള്ള സംഖ്യ നമുക്കറിയാം അത് 7 ആയിരിക്കും. എന്നാൽ നമ്മൾ ഈ വിട്ടുപോയ സംഖ്യയെ എക്സ് എന്ന ഒരു വേരിയബിൾ കൊണ്ട് സൂചിപ്പിക്കുകയാണ്. എന്താണ് അപ്പോൾ അവിടെ എക്സ് ഉദ്ദേശിക്കുന്നത്? അൺനോൺ ആയിട്ടുള്ള സംഖ്യ, നമുക്കറിയില്ലാത്ത സംഖ്യയെ സൂചിപ്പിക്കാനാണ് നമ്മളിവിടെ എക്സ് എന്നെടുക്കുന്നത്. കാരണം നമുക്കവിടെ 8 10 അങ്ങനെയൊന്നും എഴുതാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്കറിയില്ല, അതിനെ നമ്മൾ എക്സ് എന്നെടുക്കുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്താ കിട്ടുന്നത്? എക്സ് + 3 = 10 എന്ന് കിട്ടി. അതൊരു ഇക്വേഷനാണ്. കാരണം ഈക്വാലിറ്റി സിമ്പലുണ്ട്, അതിലൊരു വേരിയബിളുണ്ട് എക്സ്. ഇങ്ങനെയുള്ള ഇക്വേഷനെയാണ് ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ. ഇനി ഇതെങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്ന് നോക്കാം. എന്താണ് സോൾവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ എക്സിൻ്റെ വില കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ ശരിയാകുന്ന രീതിയിൽ എക്സിന് എന്ത് വിലയാണ്, എന്ത് മൂല്യമാണുള്ളത്, അതിനെയാണ് അതിൻ്റെ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്കറിയാം ഇവിടെ എക്സിന് 7 കൊടുത്താൽ അത് ശരിയാകും. കാരണം 7 + 3 10 ആണ്. അപ്പോൾ x = 7 എന്ന് പറയുന്ന ഈ എക്സിൻ്റെ വിലയുണ്ടല്ലോ, 7 എന്ന് പറയുന്ന എക്സിൻ്റെ വിലയെയാണ് നമ്മൾ ഈ ലീനിയർ ഇക്വേഷൻ്റെ x + 3 + 10 എന്ന് പറയുന്ന ഈ ലീനിയർ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അഥവാ റൂട്ട് എന്ന് പറയുന്നത്. സൊല്യൂഷൻ അല്ലെങ്കിൽ റൂട്ട് എന്ന് വിളിക്കാം, റൂട്ട് എന്ന് വിളിക്കാൻ പറ്റും. അങ്ങനെ ആ റൂട്ട് കണ്ടുപിടിക്കുക എന്നതിന് നമ്മൾ സോൾവ് എന്ന് പറയും. സോൾവ് എന്നിട്ട് ഇക്വേഷൻ എഴുതും. സോൾവ് x + 3 = 10 എന്ന് എഴുതും. ഇതിൻ്റെ മീനിങ് എക്സിൻ്റെ ആ വാല്യൂ നിങ്ങൾ കണ്ടുപിടിക്കണം. ഏത് വാല്യൂ ആണോ ഈ ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുമ്പോൾ, എക്സിന് പകരം വയ്ക്കുമ്പോൾ ആ ഇക്വേഷൻ ഒരു സത്യപ്രസ്താവനയായിട്ട് മാറണം. എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈഡ് ആകണം, അല്ലെങ്കിൽ ഇക്വേഷൻ ഫുൾഫിൽഡ് ആകണം എന്നൊക്കെ പറയും. ഇക്വേഷൻ ബിക്കംസ് എ ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആകണം. അങ്ങനെയുള്ള എക്സിൻ്റെ മൂല്യം, എക്സിൻ്റെ വാല്യൂ, അതിനെയാണ് നമ്മൾ സൊല്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് നമുക്കറിയാം. ഇത് ഒരു ചരടിൽ ഒരു കെട്ട് ഇട്ടതുപോലെയാണ്. ചരട് ഇവിടെ എക്സ് ആണ്. ഈ എക്സിൽ ഒരു കെട്ട് കൊടുത്തിരിക്കുകയാണ്, അതാണ് +3 കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ കെട്ട് അഴിക്കണം. അപ്പോൾ ഇതാണ് x + 3 എന്ന രൂപം. ദെൻ ഇതെങ്ങനെ അഴിക്കാം? അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റിവേഴ്സ് പ്രോസസ്സാണ്. കെട്ടിടുന്നതല്ലല്ലോ, കെട്ടഴിക്കുന്നതിൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ചരടിനോട് +3 കൂട്ടിയിരിക്കുകയാണ് അല്ലേ, +3 കൂട്ടിയേക്കുവാണ്. അപ്പോൾ അതിൻ്റെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്മൾ -3, x + 3 ആണിപ്പോൾ നിലവിലുള്ളത്. നമ്മൾ -3 രണ്ട് വശത്തും 3 കുറയ്ക്കണം. അപ്പോൾ -3 ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ 3 കുറയ്ക്കണം. അപ്പോൾ ഇടതുവശം എന്തായി? എക്സ് + 3 - 3 എന്ന് പറയുമ്പോൾ എക്സ് എന്നായി അല്ലേ. കാരണം +3 - 3 എന്ന് പറയുമ്പോൾ ക്യാൻസലായി. അപ്പോൾ അത് എക്സ് എന്ന് മാത്രമായിട്ട് കിടക്കും. വലതുവശത്ത് 10 - 3 7 എന്നും കിട്ടും. എന്നാൽ നമ്മൾക്ക് ഇങ്ങനെ ഇത്രയും സ്റ്റെപ്പുകൾ എഴുതുന്നതിന് പകരം വളരെ ഈസി ആയിട്ട് x + 3 = 10 എന്നതിനെ നമ്മൾക്ക് എന്തെഴുതാം? വേണ്ടത് എക്സിൻ്റെ വിലയാണ് അല്ലേ. അപ്പോൾ എക്സ് അവിടെ നിൽക്കട്ടെ. +3യെ നമുക്ക് വലതുവശത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ വലതുവശത്ത് ഓൾറെഡി ഒരു 10 അവിടെ ഉണ്ട്. ഈ +3 വലതുവശത്ത് വരുമ്പോൾ നെഗറ്റീവ് റിവേഴ്സ് പ്രോസസ്സായിട്ട് മാറും. ആഡ് ചെയ്തിരിക്കുകയാണെങ്കിൽ സബ്ട്രാക്ഷനായിട്ട് മാറും. ഇൻറ്റു ചെയ്തേക്കുവാണെങ്കിലോ ഡിവിഷനായിട്ട് മാറും. ഡിവൈഡ് ചെയ്തേക്കുവാണ് ഇടതുവശത്തെങ്കിൽ വലതുവശത്ത് അത് മൾട്ടിപ്ലിക്കേഷനായിട്ട് മാറും.
ഇടതുവശത്ത് സബ്ട്രാക്റ്റ് ആണെങ്കിലോ വലതുവശത്ത് അഡീഷനായിട്ട് മാറും. അപ്പോൾ ആ കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതായത് ഇപ്പോൾ x = 10 - 3 അഥവാ 7 എന്ന് കിട്ടുകയാണ്. ശരിയല്ലേ? ഇനി നമുക്ക് മറ്റൊരു ഇക്വേഷൻ പരിചയപ്പെടാം. സേ 3x പ്ലസ് 7 = 19 എന്ന് വിചാരിക്കുക. അതായത് ഇവിടെ x എന്ന് പറയുന്ന ഒരു ചരടെടുക്കുന്നു, എന്നിട്ടതിനെ ഒരു നോട്ട് കൊടുക്കുക, ഒരു കെട്ട് കൊടുക്കുക അല്ലേ? അതിനാണ് 3x എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം 3x ആണ്, എന്നിട്ട് ഒരു കെട്ടും കൂടി ഇടുകയാണ്. അപ്പോൾ ഒരു കെട്ടും കൂടി ഇടുമ്പോൾ അതെന്താ 3x + 7 ആക്കിയേക്കുവാണ്. അപ്പോൾ ഇങ്ങനെ 2 കെട്ടാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഒന്നുകൂടെ പറയാം, നമ്മൾ ആദ്യം x എടുക്കുന്നു അല്ലേ, എന്നിട്ട് അതിന് ഇൻറ്റു 3 കൊണ്ട് ഗുണിച്ചു. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയേ? 3x എന്ന് കിട്ടി. എന്നിട്ട് 3x എന്ത് ചെയ്തു? 3xൻ്റെ കൂടെ +7 എന്ന് കൊടുത്തു. അപ്പോൾ 3x + 7 = 19 എന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇനി ഈ +7ന് റിവേഴ്സ് പ്രോസസ്സ് -7 ആണ്. ശരിയല്ലേ? +7ന് റിവേഴ്സ് പ്രോസസ്സ് -7 ആണ്. അപ്പോൾ ഇവിടെ 19 - 7 എന്ന് വന്നു. എന്താ 19 - 7 എന്ന് പറഞ്ഞാൽ? 19 - 7 എന്ന് പറഞ്ഞാൽ അത് 12. അപ്പോൾ നമുക്കിവിടെ 12 എന്ന് എഴുതാൻ പറ്റുന്നു. ശരിയല്ലേ? അത് 3xൻ്റെ വാല്യൂ ആണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 3xൻ്റെ വാല്യൂ ആണ് 12. വീണ്ടും നമ്മൾ ഇടതുവശത്ത് ഇൻറ്റു 3 അല്ലേ, മൾട്ടിപ്ലിക്കേഷൻ 3 കിടക്കുന്നുണ്ട്. അപ്പോൾ അത് നേരെ റിവേഴ്സ് പ്രോസസ്സിൽ എന്താകണം? /3 ആയിട്ട് മാറണം. ഞാൻ പറഞ്ഞല്ലോ, ഇടതുവശത്ത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ വലതുവശത്ത് അത് /3. അപ്പോൾ 12/3 എന്ന് പറഞ്ഞാൽ 4 എന്നാണ്. അതായത് എക്സിൻ്റെ വാല്യൂ ആണ് നമുക്ക് ആ കിട്ടിയിരിക്കുന്ന 4 എന്ന് മനസ്സിലാക്കാം. എക്സ് അല്ലേ, എക്സ് ഇവിടെ കാണുന്നില്ലേ? എക്സിൻ്റെ വാല്യൂ ആണ് നിങ്ങൾക്കിവിടെ 4 ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാം. എന്താണ് ചെയ്തതെന്ന് ഞാനിവിടെ കാണിക്കാം. ഏറ്റവും ആദ്യം 3x അവിടെ കിടക്കട്ടെ. രണ്ടാമത്തെ കെട്ടാണ് ആദ്യം അഴിക്കേണ്ടത്. ശരിയല്ലേ? ഒരു ചരടിൽ ഇങ്ങനെ 2 കെട്ടിട്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം അഴിക്കുന്ന ഒന്നാമത്തെ കെട്ടല്ലല്ലോ, രണ്ടാമത്തെ കെട്ടാണ് ആദ്യം അഴിക്കേണ്ടത്. അപ്പോൾ ഇവിടെ +7 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കെട്ട്, അതാണ് ആദ്യം അഴിക്കേണ്ടത്. അപ്പം 19 - 7 ഒന്നാമത്തെ കെട്ട് അഴിഞ്ഞു. അപ്പം നമുക്കത് 12 എന്ന് കിട്ടിയിരിക്കുകയാണ്. ഇനി ഒന്നാമത്തെ കെട്ട് അഴിക്കണം. അപ്പം രണ്ടാമത് അഴിക്കേണ്ടത് ഒന്നാമത്തെ കെട്ടാണ്. അപ്പോൾ 3x എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ കെട്ട്. 3 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. കെട്ടഴിക്കുമല്ലേ, മൾട്ടിപ്ലൈ ചെയ്താണല്ലോ കെട്ടിയത്. അപ്പോൾ ഡിവൈഡ് ചെയ്യണം. = 4. അതാണ് മുകളിൽ കാണിച്ചത്. ഒരു പ്രാവശ്യം കൂടി കാണിക്കാം. നമ്മുടെ ഇക്വേഷൻ 3x + 7 = 19 എന്നാണ്. അതായത് x എന്ന് പറയുന്നതാണ് ആദ്യം എടുക്കുന്നത്, പിന്നെ അതിനെ 3 കൊണ്ട് ഗുണിക്കുന്നു, പിന്നെ അങ്ങനെ ഗുണിച്ച് കിട്ടിയ 3xനോട് 7 കൂട്ടുന്നു. ഇങ്ങനെയാണ് സ്റ്റെപ്പ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. x എന്ന് പറയുന്നതിനെ ആദ്യം എന്ത് ചെയ്തു? ഇൻറ്റു 3 ആണ്, 3 കൊണ്ട് ഗുണിച്ചു. എക്സിനെ 3 കൊണ്ട് ഗുണിച്ച് എത്രയാണെന്ന് ഇവിടെ എഴുതുന്നു, 3x ആണ്. എന്നിട്ട് രണ്ടാമത്തെ കെട്ടാണ് +7. അപ്പോൾ 3x + 7 = 19 എന്ന് കിട്ടുകയാണ്. 19. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടേ? അവസാനത്തെ കെട്ട്, അത് രണ്ടാമത്തെ കെട്ട് +7 ആണ് അല്ലേ? അപ്പോൾ അത് റിവേഴ്സ് കെട്ടഴിക്കുകയാണ്. അപ്പോൾ -7 അടിച്ചു കൊടുത്തു. അപ്പോൾ എങ്ങനെ വായിക്കണം? 19 - 7. 19 - 7 എന്ന് പറഞ്ഞാൽ 12 ആണ്. അപ്പോൾ നമുക്ക് 3xൻ്റെ വാല്യൂ ആണ് 12 എന്ന് കിട്ടിയത്. ഇനി നമ്മൾക്ക് ഇൻറ്റു 3 എന്നിവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ അപ്പുറത്ത് /3 എന്നാണ് വരിക. റിവേഴ്സ് പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. 12 /3, 12 /3 4. അപ്പോൾ കണ്ടോ, x = 4 എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. x = 4 എന്ന് മനസ്സിലായി. അതേ പ്രോസസ്സാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു പ്രാവശ്യം കൂടി ശ്രദ്ധിച്ചോളൂ. 3x ഇവിടെ എഴുതുന്നു. ദെൻ 19 - 7 രണ്ടാമത്തെ കെട്ടാണ് ആദ്യം അഴിച്ചത്.
ഇനി എക്സ് ഇൻറ്റു 3 എന്നുള്ള ആദ്യത്തെ കെട്ടഴിക്കാൻ പോവുകയാണ്. ഇപ്പോൾ 19 - 7 12 ആണല്ലോ. അപ്പോൾ 12 അവിടെ ഉണ്ട്. ഇനി ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ ÷ 3 എന്ന് വരും. ഇടതുവശത്ത് ഇൻറ്റു 3 ആണ്, അപ്പോൾ വലതുവശത്ത് ÷ 3. അപ്പോൾ ഇവിടെ 4 എന്ന് വരും. സോ എക്സ് ഈക്വൽ ടു 4 എന്ന് വരും. ദാറ്റ് ഈസ് സോ സിമ്പിൾ. നമുക്കൊരു പ്രോബ്ലം കൂടി ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് എക്സ് മൈനസ് സേ 2 ഡിവൈഡഡ് ബൈ 4 ഈസ് ഈക്വൽ ടു 2 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എക്സ് എത്രയാണ്? ഇത് ഒരു ലീനിയർ ഇക്വേഷനാണ്. അപ്പോൾ ഇവിടെ എന്താണ് ആദ്യം? ചരട് എന്ന് പറയുന്ന എക്സ് ആണ്. ആദ്യത്തെ കെട്ടെന്ന് പറഞ്ഞാൽ 2 കുറയ്ക്കുന്നു എന്നതാണ്. രണ്ടാമത്തെ കെട്ടാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഈ സീക്വൻസ് മനസ്സിലാക്കിയാൽ മാത്രമേ ഇത് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് ആദ്യത്തെ കെട്ടെന്ന് പറഞ്ഞാൽ 2 കുറയ്ക്കുന്നതാണ്. രണ്ടാമത്തെ കെട്ടെന്ന് പറയുന്നത് ÷ 4 ആണ്. നമുക്ക് തുടങ്ങാം. എക്സ് ആണ് ചരട്. ആദ്യത്തെ കെട്ടെന്താ? -2 ആണ്. അപ്പോൾ എന്താ കിട്ടുക? x - 2 എന്ന് കിട്ടും. ഇനി അടുത്തത് എന്താണ്? ÷ 4 അല്ലേ? അപ്പോൾ നമുക്ക് 2 കിട്ടുന്നു. ഇനി നമുക്ക് കെട്ടഴിക്കാം. അപ്പോൾ രണ്ടാമത്തെ കെട്ട് ÷ 4 ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ÷ 4 വരെ × 4 അടിക്കണം. ÷ 4 ആണ് × 4. അപ്പോൾ 2 × 4 എന്ന് കാണുന്നുണ്ട് അല്ലേ? ഇവിടെ നോക്കിയേ, 2 × 4 എന്താ? 2 × 4. അപ്പോൾ നമുക്കിവിടെ 8 എന്ന് കിട്ടി. ഇനി രണ്ടാമത് നമ്മൾ അഴിക്കേണ്ടത് ഒന്നാമത്തെ കെട്ടാണ്. എന്താണ് ഒന്നാമത്തെ കെട്ട്? -2 എന്ന് പറയുന്നതിൻ്റെ അപ്പോൾ കെട്ട് അഴിക്കുമ്പോഴോ +2 എന്ന് മാറണം അല്ലേ? റിവേഴ്സ് പ്രോസസ്സാണ്. അപ്പോൾ 8 + 2 എന്ന് പറഞ്ഞാൽ എന്താ? 8 + 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 10 ആയിരിക്കും. വളരെ സിമ്പിളാണ്. എക്സിൻ്റെ വാല്യൂ 10 ആയിരിക്കും. അപ്പോൾ ഈ ഒരു സെറ്റപ്പിലൂടെ നമുക്ക് വളരെ ഈസി ആയിട്ട് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇവിടെ രണ്ടാമത്തെ കെട്ടെന്ന് പറയുന്നത് ÷ 4 എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? x - 2 അവിടെ നിൽക്കട്ടെ. ÷ 4നെ വലതുവശത്തേക്ക് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അത് × 4 ആയിട്ട് മാറും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് x - 2 ഈസ് ഈക്വൽ ടു 8 എന്ന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 8 അവിടെ ഉണ്ട്. ഈ -2 എന്ന ഒന്നാമത്തെ കെട്ടുണ്ട് അല്ലേ? അത് അഴിക്കുകയാണ്. അഴിക്കുക എന്ന് പറയുമ്പോൾ റിവേഴ്സ് പ്രോസസ്സ്. ഇപ്പോൾ +2 വരും. അപ്പോൾ 8 + 2 = 10 എന്ന് വരും. സോ സിമ്പിൾ. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് കാണാം. ഇക്വേഷൻ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. 3x + 5 ഈസ് ഈക്വൽ ടു 20 എന്നതാണ്. അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്നതാണ് ചരട്. ആദ്യത്തെ കെട്ടെന്ന് പറയുന്നത് 3x ആണ് അല്ലേ? ആദ്യത്തെ കെട്ടെന്ന് പറയുന്നത് 3x ആണ്. പിന്നെ 3xൻ്റെ കൂടെ 5 കൂട്ടുന്നു എന്ന് പറയുന്നതാണ് ഇതിൽ രണ്ടാമത്തെ കെട്ടായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് റിവേഴ്സ് സോൾവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നുകൂടെ പറയാം. നമ്മൾ ആദ്യം എക്സ് എടുക്കുന്നു, എന്നിട്ട് × 3 അടിക്കുന്നു. അപ്പോൾ നമുക്ക് 3x കിട്ടുന്നു. ദെൻ +5 എടുക്കുന്നു, എന്നിട്ട് ഈസ് ഈക്വൽ ടു 20. ഇനി +5 എന്ന് പറയുന്ന രണ്ടാമത്തെ കെട്ട് അഴിക്കണം. അപ്പോൾ +5 അഴിക്കണമെന്ന് പറയുമ്പോൾ എന്താ? -5 അടിക്കണം. അപ്പോൾ 20 - 5 എന്താ? 20 - 5 15 എന്ന് നമുക്ക് കിട്ടി. വീണ്ടും × 3 ഇവിടെ ഉണ്ട് അല്ലേ? ഇവിടെ × 3 ഉണ്ട്. ഇവിടെ × 3 ഉണ്ട്. അപ്പോൾ × 3 എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ÷ 3 കൊടുക്കണം. അപ്പോൾ 15 ÷ 3 എന്ന് വരും. 15 ÷ 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5. അപ്പോൾ x ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും. x ഈസ് ഈക്വൽ ടു 5 ആണ്. നമുക്ക് കാണാം 3x + 5 = 20 എന്നാണ്. ഇപ്പോൾ ഇവിടെ രണ്ടാമത്തെ കെട്ടെന്നുള്ള +5 ആണല്ലേ? +5. അപ്പോൾ 3x അവിടെ കിടക്കട്ടെ. +5നെ കെട്ടഴിക്കുകയാണ്. അപ്പോൾ 20 - 5 ഈസ് ഈക്വൽ ടു 15 എന്ന് വരും. ദെൻ 3x ഈസ് ഈക്വൽ ടു 15 എന്നാണ് വരിക. ശരിയാണ്. ഇനി ഒന്നാമത്തെ കെട്ട് എന്താ? ഒന്നാമത്തെ കെട്ട് 3 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു. അപ്പോൾ 3 കൊണ്ട് ഗുണിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5. സോ x ഈസ് ഈക്വൽ ടു 5 എന്ന് നമുക്ക് കിട്ടും. ഒരു എക്സാമ്പിൾ കൂടി കണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ ഇക്വേഷൻ എന്ന് പറയുന്നത് -y/2 + 18 ഈസ് ഈക്വൽ ടു 16 എന്നാണ്. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്താ ചെയ്തതെന്ന് നോക്കിയേ. ആദ്യം -5y ഉണ്ട്, എന്നിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നു.
അപ്പോൾ എന്താ കിട്ടുക? -5/2 എന്ന് കിട്ടും അല്ലേ? -5/2 +18 ഈസ് ഈക്വൽ ടു 16. ഇനി നമുക്ക് റിവേഴ്സ് പ്രോസസ്സ്. അപ്പോൾ ഇവിടെ +18 എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ ഓപ്പറേഷൻ. അപ്പോൾ -18 എടുക്കണം. 16 - 18, 16 - 18, 16 - 18 എന്ന് പറയുമ്പോൾ -2 എന്ന് കിട്ടും അല്ലേ? ശരിയാണ്. ഇനി /2 എന്നാണ്. അപ്പോൾ /2 എന്ന് പറയുമ്പോൾ എന്താ? × 2. റിവേഴ്സ് പ്രോസസ്. ഡിവിഷൻ വരുമ്പോൾ വലതുവശത്ത് മൾട്ടിപ്ലിക്കേഷൻ വരും. അപ്പോൾ -2 × 2, അപ്പോൾ അത് -4 എന്ന് കിട്ടും. സോ -y -4 ആണ്. -y -4 എന്ന് പറയുമ്പോൾ y 4 ആണ്. ഇങ്ങനെയാണ് ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ സോൾവ് ചെയ്യുന്നത്.